ഡിയർ ഫ്രണ്ട്സ്, സ്പാർക്കിൽ പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷൻ എന്നിവ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നതാണ് ഈ വീഡിയോ. അതിനായി പോകേണ്ട പേജ് സർവീസ് മാറ്റർ പ്രൊമോഷൻ /ഗ്രേഡ്/റിവേർഷൻ. ഞാൻ ഗസറ്റഡ് എന്ന പേജിലാണ് പോകേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പ്രൊസീഡിങ്സ് ഓർഡർ നമ്പർ, അതായത് ഗ്രേഡ് പാസ്സാക്കിയത് അല്ലെങ്കിൽ പ്രൊമോഷൻ പാസ്സാക്കിയ നമ്പരും ഡേറ്റും കൊടുക്കുക. ഫ്രം ഓഫീസ് സെലക്ട് ചെയ്യുക, ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഡെസിഗ്നേഷനിലെ പിൻ നമ്പറുള്ള എല്ലാവരെയും ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്നും ആവശ്യമായ ജീവനക്കാരനെ സെലക്ട് ചെയ്യുക. ടു ഓഫീസ്, ഇപ്പോൾ ഒരു ഓഫീസിൽ അവിടെ നിന്ന് തന്നെ പ്രൊമോഷൻ ആ ഓഫീസിൽ തന്നെ ആകുന്നെങ്കിൽ ആ ഓഫീസിൻ്റെ പേര് തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ല, വേറൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. മിക്കവാറും നമ്മുടെ സ്കൂളുകളിലും അല്ലാതെയും ഓഫീസുകളിലും പ്രൊമോഷൻ ലഭിക്കുന്നത്, അത് ഗ്രേഡ് ലഭിക്കുന്നത് അതാത് ഓഫീസിൽ തന്നെയാണ് തുടർന്നും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വന്തം ഓഫീസ് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. തുടർന്ന് കാറ്റഗറി കൊടുക്കുക. സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണ് മിക്കവാറും വരുന്ന കാറ്റഗറി. ന്യൂ ഡെസിഗ്നേഷൻ കൊടുക്കുക. ഡേറ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്ന് മുതലാണ് പ്രൊമോഷൻ ആയത് അല്ലെങ്കിൽ എന്ന് മുതലാണ് ഗ്രേഡ് ഫിക്സ് ചെയ്തത്. വിത്ത് എഫക്റ്റ് ഫ്രം ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവ കൊടുത്ത് ഇൻസേർട്ട് ചെയ്യുക. തുടർന്ന് ഇത് ആർക്കൊക്കെയാണ് ഇതിൻ്റെ കോപ്പി പോകേണ്ടത് എന്നുള്ളത് റെഫർ ടു റീഡ് വിത്ത് ഓർഡർ ടു ബി കൺവേയ്ഡ് ടു. ഒന്ന് സ്കൂൾ ആണെങ്കിൽ സ്കൂൾ അധികൃതർ എക്സാമും, അടുത്തത് പർട്ടിക്കുലർ ജീവനക്കാരനും ആണ്. എന്നിട്ട് കൺഫേം കൊടുക്കുക. ഇത് ഇത്രയും ഈ പേജിൽ കൊടുത്തു കഴിയുമ്പോൾ പ്രൊമോഷൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. പോകേണ്ടത് സർവീസ് മാറ്ററിൽ പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷൻ എന്നതിലെ സബ് മെനുവിൽ പോയി പേ ഫിക്സേഷൻ ഓൺ പ്രൊമോഷൻ എന്ന പേജിലോട്ട് പോവുക. ഇവിടെ ഓഫീസും എംപ്ലോയിയെയും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭ്യമായ പേജിൽ പ്രൊമോഷൻ ഡീറ്റെയിൽസ് കൊടുത്തത് ഒരു ഭാഗത്തും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ന്യൂ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജും കാണും. ആ എംപ്ലോയിയെ ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ കോളങ്ങൾ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരും. ലെഫ്റ്റ് സൈഡിൽ എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. മുകളിൽ കൊടുത്തിരിക്കുന്നത് കറണ്ട് ഡീറ്റെയിൽസ് ആണ്. കറണ്ട് ഡീറ്റെയിൽസിൽ കിടക്കുന്ന എഫക്റ്റീവ് ഡേറ്റും നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് ഡേറ്റും കറക്റ്റ് തന്നെ എന്ന് നോക്കുക. അതിൻ്റെ തൊട്ട് താഴെ ടൈപ്പ് ഓഫ് പ്രൊമോഷനും ഏത് റൂൾ അനുസരിച്ചാണ് പേ ഫിക്സ് ചെയ്യേണ്ടതെന്നും ഉള്ള കോളം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നോർമൽ ഗ്രേഡിനും പ്രൊമോഷനും 28A എന്ന ഓപ്ഷനാണ് പ്രൊമോഷൻ റൂളായിട്ട് വരുന്നത്. അതേപോലെ ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്നത് റെഗുലർ പ്രൊമോഷൻ ആണ് കൊടുക്കേണ്ടത്. പ്രകാരം ലോവർ സ്കെയിൽ ഇൻക്രിമെൻ്റ്, അതായത് കറണ്ട് ബേസിക് പേയിൽ കിടക്കുന്ന ബേസിക് പേയിലെ ഇൻക്രിമെൻ്റ് ഒരെണ്ണം കിട്ടും. ന്യൂ സ്കെയിലിൽ വരുന്ന ഹയർ സ്കെയിലിൽ വരുന്ന ബേസിക് പേയിൽ ഒരു ഇൻക്രിമെൻ്റ്, അങ്ങനെ 2 ഇൻക്രിമെൻ്റ് ലഭ്യമാക്കുന്നതാണ്. ലോവർ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്കൊരു മാസ്റ്റർ സ്കെയിലുണ്ട്.
അതിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങും ഇൻക്രിമെൻറ്റും എൻഡിങ്ങും കാണും. അതിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉയർന്നു നിൽക്കുന്നതാണ് ഹയർ സ്കെയില്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ലോവറായിട്ട് നിൽക്കുന്നത് കറണ്ട് ബേസിക് പേയിലെ സ്കെയിൽ ഓഫ് പേയുമാണ്. ഇത്രയും കൊടുത്ത് കൺഫേം കൊടുക്കുക. പേ ഫിക്സ് ചെയ്യുന്ന സന്ദർഭത്തിൽ ചില അവസരങ്ങളിൽ സർവീസ് ഹിസ്റ്ററി കൂടി കറക്റ്റ് ചെയ്യേണ്ട സന്ദർഭം വരും. അങ്ങനെ വരുന്ന ഇപ്പോൾ ഇവിടെ ഈ ജീവനക്കാരൻ്റെ പേ ഫിക്സ് ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ കൺഫേം ബട്ടൺ കൊടുക്കുമ്പോൾ ഒരു മെസ്സേജ് വരും. അതായത് ഈ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസരമാണ് ഈ സന്ദർഭത്തിൽ വരുന്നത്. ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ താഴെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആക്കാനുള്ള ബോക്സ് വരും. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പേഴ്സണൽ മെമ്മോറാണ്ടയിൽ പോയി സർവീസ് ഹിസ്റ്ററി എടുത്ത് സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. റിട്ടയർ ചെയ്ത ജീവനക്കാരൻ്റെയോ മരണപ്പെട്ടു പോയ ജീവനക്കാരൻ്റെയോ സർവീസ് ഹിസ്റ്ററിയാണ് കറക്റ്റ് ആക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണുക.